വ്യൂവേഴ്സ്, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഇവർക്ക് ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ ഒത്തിരി ദിവസമായിട്ട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, ബോട്ടിൽ ഗ്രീൻ അജ്രക്ക് പാനൽ കട്ട് ഒന്ന് റീസ്റ്റോക്ക് ചെയ്യാമോ. അപ്പോൾ നിങ്ങൾക്ക് മുമ്പിലും ഇന്നും ഞാനിതാ പാനൽ കട്ടിൻ്റെ റീസ്റ്റോക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സിൽക്കിൻ്റെ കുർത്തി സ്റ്റോക്ക് ഭയങ്കര സെയിലായിരുന്നു. ഒത്തിരി പേര് ഇനിയും ചോദിക്കുന്നുണ്ട്, ഇനി സിൽക്ക് കുർത്തീസ് ചെയ്യാമോ എന്ന്. ഇനിയും സിൽക്ക് കുർത്തീസ് ഉറപ്പായിട്ടും ചെയ്യും. ഇനി കുറച്ച് ഇതിനിടയ്ക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് പ്ലാൻ ചെയ്ത് വെക്കുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഇതിനകത്തൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ മാത്രമാണ് ഇവിടെ, എനിക്ക് ചെരുപ്പിട്ട് കയറാം പക്ഷെ ബാക്കി കസ്റ്റമേഴ്സിന് കയറാൻ പറ്റില്ല. അങ്ങനെ സത്യം പറയില്ല, ഞാൻ ഈ വീഡിയോയിൽ ഷോപ്പിൽ വന്ന കുറച്ച് കസ്റ്റമേഴ്സ് സജഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ ചപ്പലില്ലാതെ നിൽക്കുമ്പോൾ ഇച്ചിരി വൃത്തികേടാണ്, അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്യണം. സത്യം പറഞ്ഞാൽ അതുകൊണ്ട് മാത്രം വീഡിയോ എടുക്കുന്ന സമയത്തേക്ക് മാത്രം പെട്ടെന്ന് ഓടിപ്പോയാണെന്ന് ചെരുപ്പെടുത്തിട്ട് വരും, പൊടിയെല്ലാം കളയും, നേരെ ഇവിടെ വന്ന് നിൽക്കും. അങ്ങനെ അത് കഴിയുമ്പോൾ നേരെ തിരിച്ചുകൊണ്ട് ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമായി. സത്യത്തിൽ ഞാൻ എനിക്ക് തോന്നുന്നു വീഡിയോ കാണുന്ന ഒരു 25% ആൾക്കാരെങ്കിലും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ അവരാരും ഇന്നേ വരെ എന്നെ കണ്ടാണ് ഞാനിവിടെ ചെരുപ്പിട്ട് നിൽക്കുന്ന, ഞാനിവിടെ ശരിക്കും പറഞ്ഞാൽ ഉള്ളതിൽ ഏറ്റവും മോശമായിട്ട് നിൽക്കുന്ന ആൾ ഞാൻ തന്നെയായിരിക്കും ഷോപ്പിൽ വന്നതിന്. കാരണം ഫുൾ അപ്പോൾ നമ്മുടെ ഷോപ്പിലുള്ള നമ്മുടെ ഇപ്പോൾ ജിജി ആണെങ്കിലും രേഷ്മ ആണെങ്കിലും അശ്വതി ആണെങ്കിലും ബിന്ദി ആണെങ്കിലും ഇവരൊക്കെ എന്നിട്ട് ചോദിക്കാറുണ്ട്, ചേച്ചി ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ആൾക്കാരൊക്കെ വന്നിട്ട് ശരിക്കും വീഡിയോയിൽ നിൽക്കുന്ന ആളാണോ, നേരിട്ട് ഇങ്ങനെ എന്നൊക്കെ. ഒത്തിരി പേര് എൻ്റെ അടുത്ത് ശരിക്കും അങ്ങനെ തന്നെ വന്ന് ചോദിക്കാറുണ്ട്. എനിക്കതിൽ വേറെ വിഷമോ അങ്ങനെ ഒന്നും ഇല്ല. പക്ഷെ ചെരുപ്പ് ശരിക്കും ഞാൻ ഇതിനകത്തിട്ട് നടക്കാറില്ല. ശരിക്കും വീഡിയോയിൽ നിങ്ങൾ മുന്നേ ഉള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഭയങ്കര വൃത്തികേടാണെന്ന് ഒത്തിരി പേര് സജഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ചെരുപ്പിടുന്നത്. ഇനി ഒരു കാര്യങ്ങളുണ്ട്, ഞങ്ങൾ ഇവിടെ ശരിക്കും പുറത്ത് ചെറിയൊരു ഇത് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ എന്താണ്, നിങ്ങളുടെ ഫുഡ് വെയർ ഒക്കെ പുറത്തിടണം എന്ന് പറഞ്ഞിട്ട്. ശരിക്കും അത് വേറൊന്നും കൊണ്ടല്ല അങ്ങനെ പറയുന്നത്, ഒരു ഷോയിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു അഹങ്കാരത്തിൻ്റെ പുറത്തോ അല്ല ശരിക്കും പറയുന്നത്. ശരിക്കും നമ്മളിവിടെ ഈ ഒരു ഷോപ്പിനകത്ത് കസ്റ്റമേഴ്സ് ഇല്ലാത്ത സമയത്ത് നമ്മളിവിടെ ശരിക്കും എല്ലാവരും കൂടി തറയിൽ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ പറഞ്ഞാൽ മനസ്സിലായി, ശരിക്കും നമ്മളൊരു ഹോൾസെയിൽ ഷോപ്പിൽ പോകുമ്പോൾ എങ്ങനെ എനിക്ക് അതുപോലെയാണ് നമ്മൾ കസ്റ്റമേഴ്സ് ഇല്ലാത്ത സമയം. ഒരു കാര്യം കാണിച്ചു തരാം, ഇത് ശരിക്കും നമ്മുടെ കിഡ്സിൻ്റെ സ്പേസ് ആണ്. ഇത് രാത്രിയുള്ള അവസ്ഥ ഉണ്ടോ, ശരിക്കും താഴെ ഫുള്ളി ഇതുപോലെ അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ടോ, ഇതുപോലെ ഫുള്ള് ഇതുപോലെ ഇങ്ങനെ തറയിൽ വെച്ചിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അത് ഒരു റീസൺ ആണ്. ഇപ്പൊ കണ്ടില്ലേ തറയിലെല്ലാം കുർത്തീസ് എടുത്ത് അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, സോർട്ടിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മൾ തറയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും ചെരുപ്പിട്ടിട്ട് വരുമ്പോഴത്തേനും അത് പിന്നെ നമ്മൾ അങ്ങനെ വെക്കുന്ന നമുക്ക് മനസ്സിലൊരു വല്ലാത്ത ഫീൽ. അപ്പൊ അത് കാരണമാണ് ശരിക്കും ചെരുപ്പ് പുറത്തിടാൻ പറയുന്നത്. അതോടൊപ്പം തന്നെ എന്താ പറയാ, ഒരു പിന്നെ ചില കേസസ് ഉണ്ട്, ചില ആൾക്കാർക്ക് വയ്യാത്തവരുണ്ട് അല്ലെങ്കിൽ പ്രായമായവര്. അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ തന്നെ അവരോട് പറയാം, ഈ കുഴപ്പമില്ല ചെരുപ്പ് ഇടണ്ട. അല്ലെങ്കിൽ ചില ഹസ്ബൻഡുമാര് വരാറുണ്ട്, അപ്പൊ അവരൊക്കെ ചിലപ്പോൾ ഷൂ ഒക്കെ ഇട്ടിട്ട് വരുന്ന സമയത്ത് നമുക്ക് അറിയാൻ ബുദ്ധിമുട്ട്. അങ്ങനെയുള്ള കേസിൽ പറയാറില്ല കേട്ടോ. അപ്പം പറ്റും എന്ന് ഉറപ്പുണ്ട്, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതുകൊണ്ട് മാത്രമാണ് ശരിക്കും അതിനെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞിടാം തെറ്റാണോ ശരിയാണോ എന്ന്. ഞങ്ങൾ ഇവിടെ ഇതിനകത്ത് അങ്ങനെ ആയതുകൊണ്ടാണ് ശരിക്കും ഇപ്പൊ തന്നെ ഞാൻ ഈ ചെരുപ്പിട്ടോണ്ട് നിൽക്കുന്ന എല്ലാവരും കൂടി ഇങ്ങനെ വൃത്തിയിടാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ എൻ്റെ ഒരു അയ്യോ ശരിയാണല്ലോ എന്നൊരു തോന്നൽ വന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ശരിക്കും ചെരുപ്പിട്ടിരിക്കുന്നത്. ശരിക്കും നമുക്ക് ഓൺലൈനിലേക്ക് ടീം നമ്മളിപ്പോൾ ഒരു 10 ഡേയ്സിനകത്ത് തന്നെ നമ്മൾ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പം അന്നേരം ഈ ഒരു പ്രശ്നം വരത്തില്ല. പക്ഷെ എന്നാലും എന്തോ മനസ്സിനകത്തൊരു തൃപ്തി കുറവാണ് ചെരുപ്പിട്ട് കയറുമ്പോൾ. ഇനി നിങ്ങൾക്ക് ചെരുപ്പിട്ടേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അതൊന്നും ഒരു വിഷയമല്ല. ഇത് നമ്മുടെ എല്ലാവരുടെയും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുള്ളൂ. അപ്പം ഇന്ന് കമന്റിൽ ഇന്ന് കണ്ടതിപ്പം എനിക്ക് പെട്ടെന്ന് അയ്യോ ഞാൻ അങ്ങനെ ചെയ്യാറില്ല, ശരിക്കും വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് അത് പറയണമല്ലോ. അപ്പം അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കമൻ്റാണ് ഇതുപോലെ ഒരാളിങ്ങനെ മെസ്സേജ് ഇടുന്നത്, നിങ്ങൾ ഡെയിലി ഒരേ ടൈപ്പാണ് കൊണ്ടുവരുന്നതെങ്കിലും എല്ലാം കാണാൻ നല്ല ഭംഗിയാണ്, ഡിഫറെൻ്റ് ആണെന്ന്. അപ്പൊ ആ ഒരു കമന്റ്, ഇപ്പൊ ഈ ഒരു കമന്റ് കഴിഞ്ഞ ഉടനെ ഞാൻ അതിലേക്കായിരുന്നു പോയത്. അപ്പൊ അത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും ഭയങ്കര സന്തോഷമായി. അപ്പൊ അത് ആരാണെന്ന് എനിക്ക് പേര് ഓർമ്മയില്ല, പക്ഷെ എന്തായാലും അങ്ങനെ പറഞ്ഞാലും ഭയങ്കര സന്തോഷമാണ്. പിന്നെ അതിൽ തന്നെ ഒരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇതുപോലെ മറ്റുള്ള സ്ഥലത്തു നിന്ന് വാങ്ങുന്ന കുർത്തീസിനെക്കാട്ടിലും ഡിഫറെൻറ്റും ആണ്, ഹാൻഡ് വർക്കൊക്കെ ഭയങ്കര ഫിനിഷിംഗ് ആണ്. ശരിക്കും സത്യമാണ്. പക്ഷെ അത് നിങ്ങൾ അംഗീകരിച്ചതിൽ ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച്. അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. അത് നിങ്ങൾ ഒരുപാട് കത്തിവെച്ച് കൊള്ളുന്നില്ല, എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ അത് പറഞ്ഞു എന്ന് മാത്രം. ശരിക്കും ഉറപ്പായിട്ടും ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പ്രതീക്ഷ
പ്രതീക്ഷിക്കാതെ തന്നെ അടിപൊളി കളക്ഷൻസ് ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത്. കുറച്ച് ദിവസം മാത്രമേ എനിക്ക് തരൂ. നമ്മുടെ കട്ടിംഗ് മാസ്റ്റർ ഒക്കെ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ശരിക്കും നമ്മുടെ ഈ നമ്മുടെ ഷോപ്പിന്റെ മെയിൻ പ്രത്യേകത, നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ. അതിലൊരു പകുതി ആൾക്കാർ നമ്മളോട് പിന്നെ ആ ഒരു റിലേഷൻ കൊണ്ടുപോകണം. അപ്പം ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടായിരിക്കും, അയ്യോ ഇതിൽ ആരാണ് സ്റ്റാഫ് അല്ലെങ്കിൽ ആരാണ് കസ്റ്റമർ എന്ന് തോന്നുന്നു. അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. നമുക്ക് ശരിക്കും ഷോപ്പിൽ നല്ല തിരക്ക് വരുമ്പോൾ എല്ലാം കൂടി ഇങ്ങനെ കുന്നു കണക്കാവും കേട്ടോ. ആകെ ഇവർ ഇത്രയും പേരുമല്ലോ. അപ്പോൾ ഇത് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പോൾ കസ്റ്റമേഴ്സ് ആയിരിക്കും ഇതെല്ലാം ഫോൾഡ് ചെയ്ത് ഷെൽഫിൽ വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. ശരിക്കും അതിലൊരു മെയിൻ ആളാണ് ഗംഗ മാം ഉണ്ട്. അപ്പോൾ കായംകുളത്തുള്ള മാമാണ്. അപ്പോൾ പുള്ളിക്കാരി ഇവിടെ എപ്പോഴും നമ്മളിങ്ങനെ, ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോഴും ഞാൻ നോക്കിയപ്പോഴത്തേനും ഒരാൾ നിന്നങ്ങ് ഫോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രേഷ്മ വേറൊരു കസ്റ്റമറെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടി. ഞാനത് ആദ്യത്തെ തവണ എല്ലാം കഴിഞ്ഞു ദൈവമേ ഈശ്വര ഞാനിപ്പം എന്ത് ചെയ്യാം, അങ്ങനെ പെട്ടെന്ന് നമുക്കങ്ങ് റിലേ പോകാന്നൊക്കെ പറയില്ലേ, ശരിക്കും ആ ഒരു ഫീലാണ്. അതുപോലെ തന്നെ അനുചേച്ചിയൊക്കെ പിന്നെ ശരിക്കും നമ്മളെന്താ ഒരു ഫാമിലി പോലെയാണ് ശരിക്കും പറഞ്ഞാല്. അനുചേച്ചി സെയിം ആണ്, ഇവിടെ വരും എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇവർക്കൊക്കെ എന്തെങ്കിലും എല്ലാവരും അങ്ങനെ കേട്ടോ. അങ്ങനെ ഗംഗാ മാമ എന്നല്ല, അനുചേച്ചി എന്നല്ല, ഒത്തിരി ആൾക്കാരുണ്ട്. അങ്ങനെ എനിക്ക് പറഞ്ഞെടുക്കാൻ പറ്റാത്ത അത്ര ആൾക്കാർ. പിന്നെ വേറൊരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്തപ്പോൾ സ്റ്റാഫ് അങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഷോപ്പിൽ വരാറില്ല, ഓൺലൈനിൽ മാത്രമേ പർച്ചേസ് ചെയ്യാറുള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു ഇത് കാണുന്നു. അപ്പം ശരിക്കും നമുക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും ഒരേപോലെ എപ്പോഴും ഭയങ്കര ആക്റ്റീവായിട്ടായിരിക്കില്ല പോകുന്നത്. ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ പ്രശ്നം, അങ്ങനെ പല പ്രശ്നം കാണും. ഇവരാരും മെജോറിറ്റി സമയം അങ്ങനെ കാണിക്കാറില്ല. പക്ഷെ ഇവരെന്തെങ്കിലും അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് ഞാൻ സോറി പറയാണ്. ശരിക്കും നിങ്ങൾ ശരിക്കും ആ ഒരു ഫ്രീഡം എടുക്കണം. ഇപ്പൊ ഞാൻ ഒരു വീഡിയോയിൽ ഇടയ്ക്ക് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ജിജിയുടെ അടുത്താണെങ്കിലും രേഷ്മയുടെ അടുത്താണെങ്കിലും ഇവർ താരത്താണെങ്കിലും നിങ്ങളെ ഷെൽഫ് മൊത്തം എടുത്ത് കാണിക്കൂ എന്ന് പറയാനുള്ള ഫ്രീഡം ശരിക്കും നിങ്ങളും എടുക്കണം. ഓക്കെ, ശരിക്കും ഇപ്പൊ ഒരു ഐറ്റം നിങ്ങൾ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് തന്നെ ചോദിക്കുക എന്താ കാണിക്കാത്ത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ആ ഒരു ഫ്രീഡം ഉറപ്പായിട്ട് നിങ്ങൾ എടുക്കണം. പക്ഷേ അവർ കാണിക്കാതിരിക്കില്ല. ഷോപ്പിൽ അത്രയും തിരക്കിനി എന്താണെന്ന് എനിക്ക് അറിയില്ല. ഇനി അവരുടെ വീട്ടിലെ പ്രശ്നം, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള, ഇപ്പൊ എനിക്ക് എൻ്റെതായിട്ടുള്ള പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നമാണ്. ഈ കാണുന്ന നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പൊ ചിലപ്പോൾ അത് അവരുടെ മൂഡ് പോയിരുന്ന സമയം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ ചിലപ്പോൾ. അപ്പോൾ ആ ഒരു സമയം അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ട് ഉറപ്പായിട്ടും ഷോപ്പ് വിസിറ്റ് ചെയ്യാതിരിക്കില്ല. അത് എല്ലാവരും മാക്സിമം നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. പക്ഷെ ഈ പറഞ്ഞ കമന്റ് ഉറപ്പായിട്ടും താങ്ക് യു, ഞാൻ ഉറപ്പായിട്ടും അത് അവരോട് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറയും. പിന്നെ ഇപ്പൊ ജിജിയുടെ തന്നെ ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട്, രേഷ്മയുടെ തന്നെ ഒത്തിരി കസ്റ്റമേഴ്സ്, ഇവരെല്ലാം കസ്റ്റമേഴ്സ് അല്ല, ഇവരെ തേടിയാണ് ഏട്ടാ വരുന്നത്. ഇന്ന് ജിജി ഇല്ലേ, അങ്ങനെയൊക്കെ അത്രയും ഫ്രീഡം എടുക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ആ ഫ്രീഡം എടുക്കുക. അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി സോറി, ഞാൻ ഉറപ്പായിട്ട് അത് ക്ലിയർ ചെയ്യുന്നത് തന്നെയായിരിക്കും. ഞാൻ ഇത്രയും നേരം കത്തി വെച്ചതിന് സോറി. ഈ കമന്റ്സ് ഒക്കെ കണ്ടപ്പോൾ ഞാനത് അതിന് റിപ്ലൈ കൊടുക്കുന്നതിനെക്കാട്ടിലും നല്ല അത് വീഡിയോയിലൂടെ തന്നെ പറയുന്നതാണ് നല്ലതെന്ന് തോന്നി. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ആ ഒരു കമന്റ്സിനൊക്കെ എന്നാലും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കുർത്തിന്റെ ക്ലോസ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ബ്ലാക്ക് കളറിലുള്ള അജ്രക്കിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വേറെ ഇതിരിക്കുന്ന സൈസ് 38 സൈസാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കുർത്തിന്റെ ക്ലോസ് ഓഫ് വ്യൂ. യോക്ക് പോർഷനിൽ അജ്രക്കാണ്, റെഡ് കളറിൽ വന്നിട്ടുള്ള അജ്രക്കാണ്. അതിൽ മെയിൻലി റെയിൻബോ ബീഡ്സും മിറേഴ്സും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വ്യൂ എന്ന് പറയുന്ന ഹാൻഡ് വർക്കിന്റെ. അതുപോലെ തന്നെ നെക്കിൽ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു യോക്ക് സെപ്പറേറ്റ് ചെയ്യുന്നിടത്തെല്ലാം ഇതുപോലെ പൈപ്പിംഗ് വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ കുർത്തിന്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ്. ഇത് ശരിക്കും ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് ചെയ്തതാട്ടോ, 2 പേർക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഞാനപ്പോൾ അത് നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് കാണിക്കണം. പക്ഷെ നമ്മൾ ഈ ചെയ്യുന്നതിൽ ഈ ബോർഡർ ഇല്ലാതെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മുടെ മെജോറിറ്റി കസ്റ്റമേഴ്സും പറഞ്ഞിരിക്കുന്നത് ബോർഡർ വേണ്ട, ബ്ലാക്ക് കളർ ഒരു ബോർഡേഴ്സും ഇല്ലാണ്ടാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബോർഡർ ഇല്ലാണ്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു യോക്ക് പോർഷൻ എത്രത്തോളം നമുക്ക് വർക്ക് തിക്കാക്കാൻ പറ്റുമോ അത്രയധികം തിക്കാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. നെക്കിലും ഈ ഒരു യോക്കിൻ്റെ തന്നെ വർക്ക് എൻഡ് ചെയ്യുന്നിടത്ത് നമ്മൾ നല്ല ഭംഗിയിൽ തന്നെ പൈപ്പിംഗ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സ്ലീവ് 3/4 സ്ലീവ് ആണ് വരുന്നത്. സ്ലീവിൽ ഈ സെയിം അജ്രക്കിൻ്റെ പാച്ച് തന്നെ ബോർഡർ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ പാനൽ കട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതുപോലെ ചെറിയ പീസായിട്ട് ജോയിൻ ചെയ്തിട്ടാണ് ഈ ഒരു പാനൽ കട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു പാനൽ കട്ടിൻ്റെ ഉള്ളിലത്തെ പോർഷൻ ഇത്രയധികം ലോക്കും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ പുതിയ ഒരുപാട് പേര് നമുക്ക് ഡെയിലി കസ്റ്റമേഴ്സായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഇത് പാനൽ കട്ട് എന്താണെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നത്. കണ്ടോ, ഇത്രയധികം ലോക്കിങ്ങും കാര്യങ്ങളുമാണ് ഈ ഒരു പാനൽ കട്ടിന്. നമ്മൾ
നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് 18 പീസ് പാനൽ കട്ടാണ്. ഈ ഒരു 18 പീസ് പാനൽ കട്ട് ചെയ്യാനായിട്ട് ഒത്തിരി ടൈം എടുക്കണ്ടോ. ഇതുപോലെ ഇത്രയും അധികം നമ്മൾ ലോക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 18 പീസ് പാനൽ കട്ട് ചെയ്യാനായിട്ട് ഒത്തിരി സമയം എടുക്കും. ഓരോരുത്തരും ഒത്തിരി സമയം എടുത്തിട്ടാണ് ഈ ഒരു ക്വാണ്ടിറ്റി തന്നെ നമുക്ക് ചെയ്ത് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ വ്യൂ എന്ന് പറയുന്നത്. താഴെ പ്ലെയിൻ ആയിട്ടും സ്ലീവിൻ്റെ എൻ പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ അജ്രക്കിൻ്റെ തന്നെ സെയിം പാച്ച് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ നല്ല ഒതുങ്ങി കിടക്കുന്ന പാറ്റേൺ ആണ്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന 38 സൈസാണ് വെയർ ചെയ്തിരിക്കുന്നത്. ഞാൻ കാണിക്കുന്നത് 40 സൈസാണ്. ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ്. യോക്ക് പോർഷൻ ഇതുപോലെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, നിങ്ങൾക്ക് പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.